Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. കൃഷി ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കേണ്ടത് കൃഷിഭവനുകളിലല്ലെന്നും കൃഷിയിടങ്ങളിലാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കർഷകർക്ക് ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള തിരിച്ചറിയൽ കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷിയെയും കർഷകരെയും സഹായിക്കാനും സംരക്ഷിക്കാനും സമൂഹവും സർക്കാരുകളും വലിയ ജാഗ്രതയും ഉത്തരവാദിത്വവും ഇടപെടലും നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ കർഷകന്റെ ഇതുമായി തന്നെ ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഞാനിരിക്കുമ്പോൾ എന്നോട് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു, വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ് ഈ സമയത്ത്. അപ്പം കാടില്ലാത്ത ഒരു ജില്ലയിൽ നിന്നാണ് ഞാൻ ഈ പരിപാടിക്ക് വരുന്നത്. ആലപ്പുഴ ജില്ല കാടില്ലാത്ത കേരളത്തിലെ ഏക ജില്ലയാണ്. കാടില്ലാത്ത എൻ്റെ ജില്ല ഇന്ന് അനുഭവിക്കുന്ന കാർഷിക മേഖലയുടെ പ്രശ്നം കാട്ടുപന്നിയുടെ പ്രശ്നമാണ്. ഈ പ്രശ്നം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് കാട്ടുപന്നിയുടെ പ്രശ്നം ഇവിടങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് പലവിധങ്ങളായ കാരണങ്ങൾ പറയുന്നുണ്ടാവും. ഇപ്പൊ കൃഷി വകുപ്പിന് പറയാൻ കൃഷി വകുപ്പിന്റെ പരിപാടിയല്ല, അങ്ങനെ വനം വകുപ്പാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് പറയും. കാലങ്ങളായി ഞങ്ങൾ അങ്ങനെയാണ് പറയുകയും ചെയ്യുന്നത്. പക്ഷേ കൃഷിക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ മാത്രം പറഞ്ഞു പോയാൽ പറ്റില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും കഴിഞ്ഞ ബജറ്റിനകത്ത് 2 കോടി രൂപ ഇതിനു വേണ്ടി നീക്കിവെക്കുകയും ചെയ്യും. 2 കോടി കൊണ്ട് എന്താവാനാണ് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് കൃഷി വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് നീക്കിവെക്കാൻ പറ്റില്ല. അങ്ങനെ നീക്കിവെക്കുമ്പോൾ നമ്മുടെ പച്ചക്കറി കൃഷിക്ക് കൊടുക്കുന്ന പദ്ധതി, തെങ്ങിന്റെ പരിപാടി അല്ലെങ്കിൽ മറ്റു പലർക്കും അതിന്റെ പണം പോകുന്നതല്ല. ഇപ്പൊ നമുക്ക് കൃഷി വകുപ്പിന് മൊത്തത്തിൽ അങ്ങനെ പണം വെക്കാൻ പറ്റും. ആദ്യമായി അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. ഞങ്ങൾ RKVയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 25 കോടി രൂപയും കൂടി വീണ്ടും ഞങ്ങൾ കണ്ടെത്തി. ആ പണവും ഇപ്പോൾ ഞങ്ങൾ വനംവകുപ്പുമായി ചേർന്നിട്ടാണ് വനമേഖലയിൽ ബന്ധപ്പെട്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കുന്നതിനുള്ള ഇടപെടലുകൾ തീർക്കാൻ ആ പണം വിനിയോഗിക്കുകയാണ്. ഇനി വരുന്ന ആളുകൾ വീണ്ടും കൂടുതൽ പണം ഇതിനുവേണ്ടി നീക്കിവെക്കാൻ കൃഷി വകുപ്പ് മുൻകൈ എടുക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു. ഒരു കാർഡായിരിക്കണം കൊടുക്കേണ്ടത് എന്ന് കണക്ക് കൂട്ടി അത്തരമൊരു തിരിച്ചറിയൽ കാർഡാണ് കേരളത്തിലെ കർഷകർ കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനം അങ്കമാലിയിൽ വെച്ച് നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സർക്കാരിന്റെയും കൃഷിവകുപ്പിന്റെയും പ്രവർത്തനങ്ങൾ നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കുന്നതിനും സേവനങ്ങൾ എളുപ്പം ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് കതിർ എന്ന പേരിൽ മൊബൈൽ ആപ്പ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പത്മശ്രീ ജേതാവ് സത്യനാരായണയ്ക്ക് നൽകിയാണ് തിരിച്ചറിയൽ കാർഡിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. തുടർന്ന് ID കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. കൃഷി അസിസ്റ്റന്റ് ലോഗിനിൽ ലഭിക്കുന്ന അപേക്ഷ പരിശോധിച്ച് വെരിഫൈ ചെയ്യും. മികച്ച കർഷകൻ എന്ന പുരസ്കാരം നേടിയ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ ശ്രീ വദീസ് KC അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കൈവെടുക്കാം. ഇതോടുകൂടി കാർഡ് വിതരണം സമാപിച്ചിരിക്കുന്നു. അങ്കമാലി CSA ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ റോജി M. ജോൺ MLA അധ്യക്ഷത വഹിച്ചു. 2 ആഴ്ച മഴ പെയ്തിരുന്നാൽ എവിടെ വേണമെങ്കിലും വെള്ളം കയറാം. ഒരാഴ്ച മഴ പെയ്യാതിരുന്നാൽ അതിശക്തമായ ചൂടും. ഇത്തരത്തില് ഒരു കൃഷി കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഉത്പാദന ചെലവിലുണ്ടാകുന്ന വർധനവ്, കൂലിയിലുണ്ടാകുന്ന വർധനവ്, അതുപോലെ തന്നെ ഉൽപ്പന്നത്തിന്
ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊതുവെ പറയാറ് നമ്മുടെ നാട്ടിൽ പല വിഭാഗമാണ്. ഇപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയും രാഷ്ട്രീയക്കാരുടെ മക്കള് ഒരുപക്ഷെ രാഷ്ട്രീയക്കാരാവാൻ ആഗ്രഹിക്കും, സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കള് സർക്കാർ ഉദ്യോഗസ്ഥരാവാൻ ആഗ്രഹിക്കും. കൃഷി അഡീഷണൽ ഡയറക്ടർ ബിൻസി എബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, മുൻ MLA PJ ജോയ്, അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള, എറണാകുളം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേർലി സക്കറിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി വകുപ്പിന് ആവശ്യമായ സമഗ്രമായ എല്ലാ സേവനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പോർട്ടലാണ് കതിർ പോർട്ടൽ. ഈ പോർട്ടലിലൂടെ കർഷകരുടെ ID ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഇപ്പോൾ വെള്ളം ഒഴിക്കുന്ന ഈ തൈ അങ്കമാലി ബ്ലോക്ക് കോമ്പൗണ്ടിൽ നടുന്നതായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മികച്ച പച്ചക്കറി കർഷകൻ പാലക്കാട് ജില്ലയിൽ ഇവിടെ എത്തുമ്പോൾ അതിയായ സന്തോഷത്തോടു കൂടി ആ അമ്മയെ, ആ സഹോദരിയെ ഈ സദസ്സിന്റെ മുമ്പാകെ ഞാൻ പറയുകയാണ്. 2024 കർഷകോത്തമ അവാർഡ് ജേതാവായ CD രവീന്ദ്രൻ നായർ എത്തുന്നത് ഇടുക്കിയുടെ മലമടക്കുകളിൽ നിന്നാണ്. നമ്മൾ പറയുമല്ലോ ഈ മലപ്രദേശങ്ങൾ എന്ന് പറയുന്ന ഹൈറേഞ്ചിൽ ശ്രീമതി ജെസ്സി, പാലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ SV ജയദേവൻ, അങ്കമാലി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ ഗുണമേന്മയുള്ള വിത്ത് മുതൽ വിപണനം വരെ കർഷകന് ഓരോ ഘട്ടത്തിലും ആവശ്യമായിട്ടുള്ള കൃത്യമായ പിന്തുണ വഴിയൊരുക്കും. പേപ്പർ രഹിത സ്മാർട്ട് കൃഷി മികച്ച കൂൺ കർഷകൻ